നീതി കിട്ടാത്തതിന്റെ കാരണം എന്താ? NEXUS നെക്സസ്, മനസ്സിലായോ? ആ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നില്ലേ? അതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കൊള്ളി. രാഷ്ട്രീയ നെക്സസ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റയാൾ പോരാട്ടത്തിനിറങ്ങിയ അൻവറിന് പിന്നിൽ എന്താ? DMK നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ വൻ ട്വിസ്റ്റ് അവശേഷിക്കുന്നുണ്ടോ? DMKയുമായി സഹകരിച്ച ഇന്ത്യ മുന്നണിയിൽ പ്രവേശിക്കുകയാണോ PV അൻവറിന്റെ ലക്ഷ്യം? അങ്ങനെയെങ്കിൽ അത് CPMനെ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിൽ തന്നെയാക്കും. ചടുല നീക്കങ്ങളാണ് PV അൻവർ നടത്തിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെയാണ് മഞ്ചേരിയിൽ നിന്നും അൻവർ ചെന്നൈയിലേക്ക് തിരിച്ചത്. മുതിർന്ന DMK നേതാക്കളുമായി ചർച്ച നടത്തിയ ചിത്രങ്ങൾ അൻവറിന്റെ അനുയായികൾ പുറത്തുവിട്ടു. തമിഴ്നാട് വൈദ്യുതി മന്ത്രി സെന്തിൽ ബാലാജി PV അൻവറിനെയും മകൻ റിസ്വാനെയും സ്വീകരിക്കുന്നതാണ് ചിത്രങ്ങൾ. മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും കടന്നാക്രമിച്ച ശേഷം ഇനി എന്ത് എന്ന ചോദ്യം ഉയർന്നിടത്തായിരുന്നു അൻവറിന്റെ പുതിയ പാർട്ടി പ്രഖ്യാപനം. അപ്പോൾ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രീയ പാർട്ടി ആവണം. ആ രാഷ്ട്രീയ പാർട്ടികളെ ഒരു വോട്ടർ അംഗീകരിക്കുള്ളൂ, ചെറുതോ വലുതാവട്ടെ. അപ്പോൾ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും. യാതൊരു തർക്കമില്ല. DMKയുമായി സഹകരിച്ച് ഇന്ത്യ മുന്നണിയിലേക്കുള്ള പ്രവേശനമാണ് അൻവർ ലക്ഷ്യമിടുന്നതെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ കേരളത്തിൽ ഏറെ സ്വീകാര്യനും CPMുമായി അടുത്ത ബന്ധവുമുള്ള MK സ്റ്റാലിനൊപ്പം അൻവർ നീങ്ങുന്നത് CPM എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. തുടർച്ചയായ രണ്ടാം ഞായറാഴ്ചയും സൂപ്പർ സൺഡേ ആക്കാനുള്ള ഒരുക്കത്തിലാണ് PV അൻവർ. നാളെ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ അൻവർ വിളിച്ചു ചേർത്ത യോഗത്തിൽ കാത്തിരിക്കുന്ന സസ്പെൻസ് എന്തെന്നാണ് രാഷ്ട്രീയ കേരളം ഇനിയും ഉറ്റുനോക്കുന്നത്. അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.